കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് പ്രൂഫോട് കൂടി പ്രസന്റ് കണ്ടിന്യൂസ് എന്ന ചാപ്റ്റർ നമുക്ക് മനസ്സിലാക്കാം. ഇത് ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ ആണിത്. ഇത് നമ്മൾ കാണുന്നത് കേംബ്രിഡ്ജ് മെറ്റീരിയൽ ആണ്. നമ്മൾ എന്തിനാ കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത്രയും ആവശ്യമുള്ള സെന്റൻസുകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും, കുറേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഹെഡിങ് ഞാൻ വായിക്കുകയാണ്. പ്രസന്റ് കണ്ടിന്യൂസ്, ഐ ആം ഡൂയിങ്. നമ്മൾ ഏറ്റവും ആദ്യത്തെ ടോപ്പിക് എന്നുള്ള രീതിയിൽ പഠിക്കേണ്ട ടോപ്പിക്കാണിത്. അത്രയും സിമ്പിളാണ്. ഒരു വ്യക്തി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനാണ് നമ്മൾ ആ ടോപ്പിക് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ സെന്റൻസ് ഈ ഒരു പിക്ചറിൽ നോക്കുകയാണെങ്കിൽ ഈ ലേഡി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് ഡ്രൈവിങ്. അവൾ ഡ്രൈവ് ചെയ്യുകയാണ്. ഷീ ഈസ് ഡ്രൈവിങ്. അപ്പം നമ്മളവിടെ ഉപയോഗിക്കുന്ന ഓക്സിവേർബ് എന്ന് പറയുന്നത് ഈസ്, ആം, ആർ. ഇതിൽ ഈ 3 എണ്ണമാണ് ഓക്സിവേർബ്സ്. അത് നമുക്കിവിടെ കാണാൻ പറ്റും. സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് ഓക്സിവേർബ് ഉപയോഗിക്കേണ്ടത്. എല്ലാവർക്കും അറിയാം. ഐ ആം ഡ്രൈവിങ്, ഹീസ് ഡ്രൈവിങ്, ഷീസ് ഡ്രൈവിങ്, വി ആർ ഡ്രൈവിങ്, യു ആർ ഡ്രൈവിങ്, ദേ ആർ ഡ്രൈവിങ്. ഓക്കെ, അപ്പോൾ ദേ, യു, വി അവയ്ക്ക് അനുയോജ്യമായ ഓക്സിവേർബ് ആറാണ്. സിംഗുലറായ ഹി, ഷീ അവയ്ക്ക് അനുയോജ്യമായ ഓക്സിവേർബ് ഈസ് ആണ്. സാറ ഈസ് ഇൻ ഹെർ കാർ. സാറ അവളുടെ കാറിലാണ്. സാറ ഈസ് ഇൻ ഹെർ കാർ. ഓക്കെ, ഗുഡ്. ആൻഡ് ഷീസ് ഓൺ ഹെർ വേ ടു വർക്ക്. അവള് ജോലി സ്ഥലത്തേക്ക് പോവാണ്. ഷീസ് ഓൺ ഹെർ വേ ടു വർക്ക്. ഓക്കെ, ഇത് രണ്ടും പ്രസന്റ് കണ്ടിന്യൂസ് സെന്റൻസുകളല്ല. അതിൽ മൂന്നാമത്തെ ഈ സെന്റൻസ് മാത്രമാണ് പ്രസന്റ് കണ്ടിന്യൂസ്. ഷീസ് ഡ്രൈവിംഗ് ടു വർക്ക്. അവൾ ജോലി സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. ഷീസ് ഡ്രൈവിംഗ് ടു വർക്ക്. ഓക്കെ, എന്താണ് അതിന്റെ അർത്ഥം? നമുക്കിവിടെ എഴുതിയിട്ടുണ്ട്. ഷീസ് ഡ്രൈവിംഗ് റൈറ്റ് നൗ. ഇപ്പോൾ അവൾ ഡ്രൈവ് ചെയ്യുകയാണ്. അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സെക്കൻഡിൽ അവൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ സെന്റൻസിന്റെ അർത്ഥം. ദ ആക്ഷൻ ഇസ് നോട്ട് ഫിനിഷ്ഡ്. ആ പ്രവൃത്തി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 2 സിറ്റുവേഷനിൽ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. ആ പ്രവൃത്തിക്ക് ഉള്ളിലാണെന്നുള്ള സമയത്തും ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും. അതൊക്കെ ഈ ചാപ്റ്ററിൽ തന്നെ വരുന്നുണ്ട്. നമുക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ താൽക്കാലികമായിട്ടുള്ള സിറ്റുവേഷനിൽ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ 3 കാര്യങ്ങൾ നമുക്ക് ഈ സെന്റൻസുകളിൽ കാണാൻ പറ്റും. സോ വി ഹാവ് ടു പ്രാക്ടീസ് എ ലോട്ട് ഓഫ് സെന്റൻസസ്. നമുക്ക് കുറേ സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ സെന്റൻസുകളിലെല്ലാം നമുക്ക് നെഗറ്റീവ് ആക്കണമെങ്കിൽ ഐ ആം ഡ്രൈവിംഗ് എന്ന സെന്റൻസിനെ നെഗറ്റീവ് ആക്കാൻ ഐ ആം നോട്ട് ഡ്രൈവിംഗ്, നോട്ട് എന്ന ഓക്സിലറി വെർബ്, നോട്ട് എന്നത് ആഡ് ചെയ്യുക ഓക്സിവേർബിന് ശേഷം. ഇവിടെ ഓക്സിവേർബ് എന്താണ്? ആം. നെഗറ്റീവ് ആക്കുമ്പോൾ ഐ ആം നോട്ട്, ഈസ്, ഇസ് നോട്ട്, ഇസിൻറ്റ്, 2 രീതിയിലും പറയാം. ആർ നോട്ട്, ആൻറ്റ്. ആർ നോട്ട് എന്നതിനെ ഷോർട്ട് ഫോം ആക്കി ആൻറ്റ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഗുഡ്. അപ്പം ഞാൻ പറയുന്ന പോലെ ശ്രദ്ധിച്ച് നിങ്ങളും പ്രാക്ടീസ് ചെയ്യണം. ഐ ആം നോട്ട് ഡ്രൈവിംഗ്, ഹീസ് നോട്ട് ഡ്രൈവിംഗ്, ഷീസ് നോട്ട് ഡ്രൈവിംഗ്, വി ആർ നോട്ട് ഡ്രൈവിംഗ്, യു ആർ നോട്ട് ഡ്രൈവിംഗ്. നമ്മൾ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന കുറേ സെന്റൻസുകൾ നമുക്ക് ആ സെക്ഷനിൽ കാണാൻ പറ്റും. നമ്മൾ ഈ പഠിച്ച കാര്യം തന്നെയാണ് അതിലുള്ളത്. അതായത് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരു രീതിയിൽ ഉപയോഗിക്കുന്ന സെന്റൻസുകളാണ് അവിടെയൊക്കെ. ഓക്കെ, പക്ഷെ നമുക്കൊന്ന് വായിക്കാം. നമുക്ക് നോക്കിക്കോ. ഐ ആം ഡൂയിങ് സംതിങ്. ഞാനൊരു കാര്യം ചെയ്യാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അവിടെ പറഞ്ഞിട്ടുണ്ട്? ഐ ആം ഇൻ ദ മിഡിൽ ഓഫ് ഡൂയിങ് ഇറ്റ്. ഐ ആം ഇൻ ദ മിഡിൽ ഓഫ് ഡൂയിങ് ഇറ്റ്. ഞാൻ ആ കാര്യം ചെയ്യുന്നതിന്റെ ഉള്ളിലാണ്. എന്ന് വെച്ചാൽ ആ കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I've started doing it and I haven't finished. ഞാനത് ഫിനിഷ് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്തു, ഫിനിഷ് ചെയ്തിട്ടില്ല. ഓക്കെ, ഗുഡ്. ഇതാണ് സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു TV കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ വിചാരിക്കുക. TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ പെട്ടെന്ന് ഫോൺ വിളിച്ചു. ഒരു സുഹൃത്ത് ഫോൺ വിളിച്ചു. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, വാട്ട് യു ഡൂയിങ്? നീ എന്താ ചെയ്യണേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ 2 രീതിയിൽ ആൻസർ പറയാൻ പറ്റും. ഒന്ന്, ഐ ആം ആൻസറിങ് യുവർ ഫോൺ റൈറ്റ് നൗ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതല്ലെങ്കിൽ ഐ ആം വാച്ചിങ് TV റൈറ്റ് നൗ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശരിയായ ആൻസർ എന്ന് പറയുന്നത് അവിടെ വാട്ട് യു ഡൂയിങ് റൈറ്റ് നൗ? ഐ ആം വാച്ചിങ് TV. ഐ ആം വാച്ചിങ് TV. ഇങ്ങനെയാണ് അത് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ആ പ്രവൃത്തിയുടെ ഉള്ളിലാണ് നമ്മൾ എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. ഐ ആം വാച്ചിങ് TV. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ അത് അവസാനിച്ചിട്ടില്ല. സ്റ്റാർട്ടഡ് ഇറ്റ് ബട്ട് ഐ ഹാവിൻ ഫിനിഷ്ഡ് ഇറ്റ്. ഓക്കെ, അപ്പൊ ആ സിറ്റുവേഷനിൽ നമുക്കിത് ഉപയോഗിക്കാം. ഓക്കെ, ബി പാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ? ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തു പക്ഷെ
ഫിനിഷ് ചെയ്തിട്ടില്ല എന്നൊരു സിറ്റുവേഷനിലും നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ പറ്റും. നേരത്തെ ഞാൻ ഉദാഹരണം പറഞ്ഞ പോലെ നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മുടെ സുഹൃത്ത് നമ്മളോട് വിളിച്ചിട്ട് ചോദിക്കുകയാണ് നീ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിന്റെ ആൻസർ എന്താ പറയാ? ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് നിങ്ങൾ ടി വി കാണാണോ? അല്ല. ആ സമയത്ത് ഫോൺ ആൻസർ ചെയ്യാണ്. പക്ഷെ എന്നാലും നമ്മൾ പറയുന്ന ഡയലോഗ് എന്താണ്? ഞാൻ ടി വി കാണുകയാണ്. അപ്പൊ ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഐ ആം ഡൂയിങ് സംതിങ് എന്ന് പറഞ്ഞാൽ ഐ ആം ഇൻ ദ മിഡിൽ ഓഫ് ഡൂയിങ് ഇറ്റ്. ഞാൻ ആ കാര്യം ചെയ്യുന്ന കാര്യത്തിന്റെ ഉള്ളിലാണ്. ഐ ഹാവ് സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ്. ഞാൻ ആരംഭിച്ചു, ബട്ട് ഐ ഹാവൻ ഫിനിഷ്ഡ്. ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല. അപ്പൊ അതായത് ഈ ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഉടനടി ഞാൻ വീണ്ടും അത് തന്നെ കാണാൻ പോകുന്നത്. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? പ്രസന്റ് കണ്ടിന്യൂസ് ട്രാക്ക് ഉപയോഗിക്കുക. ഞാൻ സെന്റൻസുകൾ വായിക്കുകയാണ്, നിങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളും അല്പം സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കണം ആ സെന്റൻസുകൾ കേട്ടോ. അപ്പൊ ഇതിന് രണ്ട് ഉദ്ദേശമുണ്ട്. റിയൽ ലൈഫിൽ ആവശ്യമുള്ള സെന്റൻസുകളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. വൊക്കാബുലറി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. ഓക്കെ, ഞാൻ വായിക്കുന്നു, ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളും എന്നോടൊപ്പം വായിക്കണം കേട്ടോ. ഐ ആം ഡൂയിങ് സംതിങ്. ഐ ആം ഇൻ ദ മിഡിൽ ഓഫ് ഡൂയിങ് ഇറ്റ്. ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ് ആൻഡ് ഐ ഹാവൻ ഫിനിഷ്. അപ്പോൾ ഞാനത് ആരംഭിച്ചു പക്ഷേ അവസാനിപ്പിച്ചിട്ടില്ല. ഓക്കെ, ആ സിറ്റുവേഷനിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ എന്താ പറഞ്ഞത്? ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നമ്മൾ സംസാരിക്കുന്ന ആ സെക്കൻഡിൽ ചെയ്യുന്നുണ്ടത്. ആ സിറ്റുവേഷനിലും നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുക. അത് മാത്രമല്ല, ഈ സെക്കൻഡിൽ നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും ആ പ്രവൃത്തിയുടെ ഉള്ളിലാണ് നമ്മൾ. ആ സിറ്റുവേഷനിൽ നമുക്ക് എന്തുപയോഗിക്കാൻ പറ്റും? പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ രണ്ട് സിറ്റുവേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് സെൻസ് വായിക്കാം. പ്ലീസ് ഡോണ്ട് മേക്ക് സോ മച്ച് നോയ്സ്. അധികം സ്വരം ഉണ്ടാക്കരുത്. പ്ലീസ് ഡോണ്ട് മേക്ക് സോ മച്ച് നോയ്സ്. ഐ ആം ട്രൈങ് ടു വർക്ക്. ഞാൻ ജോലി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ട്രൈങ് ടു വർക്ക്. ഓക്കെ, അപ്പോ ഈ ഒരു സെന്റൻസ് നമ്മൾ സ്വരത്തിൽ പറയണം എല്ലാവരും കേട്ടോ. പ്ലീസ് ഡോണ്ട് മേക്ക് സോ മച്ച് നോയ്സ്. ഐ ആം ട്രൈങ് ടു വർക്ക്. പ്ലീസ് ഡോണ്ട് മേക്ക് സോ മച്ച് നോയ്സ്. ഐ ആം ട്രൈങ് ടു വർക്ക്. ഗുഡ്. ഇനി നമ്മൾ അടുത്ത സെന്റൻസിലേക്ക് വരാണ്. വെയർ ഈസ് മാർക്ക്? എവിടെയാണ്? മാർക്ക് എന്ന വ്യക്തിയുടെ പേരാണ്. വെയർ ഈസ് മാർക്ക്? വെയർ ഈസ് ടോം? വെയർ ഈസ് യുവർ മദർ? വെയർ ഈസ് യുവർ സിസ്റ്റർ? ഒക്കെ നമുക്കിവിടെ ചോദിക്കാൻ പറ്റും. He is having a shower. He is having a shower. He is taking a shower. Taking a shower, having a shower ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. He is having a shower. അപ്പൊ ഇത് ചോദ്യമായിട്ട് വരുമ്പോൾ are you having a shower? നീ കുളിക്കുകയാണോ? Are you having a shower? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ യെസ് ആൻസർ നോ ആൻസർ എന്നുള്ള എല്ലാ രീതിയിലും നമുക്ക് സെന്റൻസുകൾ പരിചയപ്പെടണം. അപ്പോൾ അവൻ കുളിക്കുകയല്ല എന്നെങ്ങനെ പറയാൻ പറ്റുക? ഹീസ് നോട്ട് ഹാവിങ് എ ഷവർ. ഹീസ് നോട്ട് ഹാവിങ് എ ഷവർ. ഓക്കെ, ഗുഡ്. മൂന്നാമത്തെ സെൻസ് നോക്കുകയാണെങ്കിൽ ലെറ്റ്സ് ഗോ ഔട്ട് നൗ. നമുക്കിപ്പോ പോകാം. ലെറ്റ്സ് ഗോ ഔട്ട് നൗ. ഒരു അഭിപ്രായം പറയുകയാണ്. അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെറ്റ്സ് എന്ന ടോപ്പിക് ഉപയോഗിക്കുക. അഭിപ്രായം ചോദിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് ഷാൽ വി ഗോ ഔട്ട് നൗ? നമുക്ക് പുറമേക്ക് പോയാലോ? ഷാൽ വി ഗോ ഔട്ട് നൗ? ഇവിടെ അഭിപ്രായം പറയുകയാണ്. ലെറ്റ്സ് ഗോ ഔട്ട് നൗ. നമുക്കിപ്പോ പുറമേക്ക് പോവാം. ഇറ്റ് ഈസ് ഇൻ റെയിനിങ് എനിമോർ. ഇപ്പൊ മഴ പെയ്യുന്നില്ല. ഇറ്റ്സ് നോട്ട് റെയിനിങ് എനിമോർ. അങ്ങനെയും നമുക്ക് പറയാം. അതായത് ഇറ്റ് ഈസിൻഡ്, ഇറ്റ് ഈസ് നോട്ട്. മൂന്ന് വാക്കുകളാണുള്ളത് അവിടെ. ഒന്നുകിൽ ഇറ്റും ഈസും മിക്സ് ആക്കി ഇറ്റ്സ് എന്നാക്കാം, എന്നിട്ട് നോട്ട് ആഡ് ചെയ്യാം. ഇറ്റ്സ് നോട്ട് റെയിനിങ് എനിമോർ. ഏതാണ് നമുക്ക് സൗകര്യം എന്ന് വെച്ചാൽ അത് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഇറ്റ്സ് നോട്ട് റെയിനിങ് എനിമോർ. ഇപ്പൊ മഴയൊന്നും പെയ്യുന്നില്ല. ഇറ്റ്സ് നോട്ട് റെയിനിങ് എനിമോർ. അതൊരു മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് ഇറ്റ് ഈസ് ഇൻ റെയിനിങ് എനിമോർ. ഏതെങ്കിലും ഒരു രീതിയിലേ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് കൺഫ്യൂഷൻ ആവും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് റെയിനിങ് എനിമോർ. ഇപ്പോൾ മഴയൊന്നും പെയ്യണില്ല. ഇറ്റ്സ് നോട്ട് റെയിനിങ് എനിമോർ. ആ ഒരു മെത്തേഡാണ് നല്ലത്. ഗുഡ്. നെക്സ്റ്റ് സെന്റൻസ്. ഹായ് ജെയിൻ, ആർ യു എൻജോയിങ് ദ പാർട്ടി? നീ പാർട്ടി എൻജോയ് ചെയ്യാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ ആർ യു എൻജോയിങ് ദ പാർട്ടി എന്നാണ് ചോദിക്കുന്നത്. ഒരു കാരണവശാലും നമ്മൾ ഡു യു എൻജോയ് ദ പാർട്ടി എന്നല്ല ചോദിക്കേണ്ടത്. അതിവിടെ നോട്ട് എന്ന് ആഡ് ചെയ്തിരിക്കുന്നത് എന്താ? അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നീ പാർട്ടി എൻജോയ് ചെയ്യുകയാണോ? ആർ യു എൻജോയിങ് ദ പാർട്ടി? ഇതൊക്കെ റിയൽ ലൈഫിൽ ആവശ്യമുള്ള ഇന്നല്ലെങ്കിൽ നാളെ ഉപയോഗിക്കേണ്ട ടൈപ്പ് സെന്റൻസുകളാണ്. ഇതൊക്കെ നമ്മൾ എന്നോടൊപ്പം പറഞ്ഞുകൊണ്ടിരിക്കണം. വാട്ട്സ് ഓൾ ദാറ്റ് നോയ്സ്?
എന്താ ആ സ്വരം? വാട്ട്സ് ഓൾ ദാറ്റ് നോയ്സ്? എന്താണ് ആ സ്വരം? വാട്ട്സ് ഗോയിങ് ഓൺ? എന്താ സംഭവിക്കുന്നത്? വാട്ട്സ് ഗോയിങ് ഓൺ? വാട്ട്സ് ഹാപ്പനിങ്? ഇതൊക്കെ ഏറ്റവും ആവശ്യമുള്ള സെൻറ്റൻസുകളല്ലേ. വാട്ട്സ് ഗോയിങ് ഓൺ? വാട്ട്സ് ഹാപ്പനിങ്? വാട്ട്സ് ഹാപ്പനിങ്? ഓക്കെ. സംടൈംസ് ദ ആക്ഷൻ ഈസ് നോട്ട് ഹാപ്പനിങ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. കണ്ടോ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ പ്രവൃത്തി ചെയ്യുന്നില്ല ഇപ്പോൾ. സംടൈംസ് ദ ആക്ഷൻ ഈസ് നോട്ട് ഹാപ്പനിങ്. ആ പ്രവൃത്തി നടക്കുന്നില്ല. ഏത് സമയത്ത്? അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. ഈ സംസാരിക്കുന്ന സമയത്ത് ആ പ്രവൃത്തി നടക്കുന്നില്ല. ആ സിറ്റുവേഷനിൽ പോലും നമ്മൾ എന്തുപയോഗിക്കേണ്ടി വരും? പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കേണ്ടി വരും. അതിൻ്റെ ഒരു എക്സാമ്പിൾ സെന്റൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും. സ്റ്റീവ് ഈസ് ടോക്കിംഗ് ടു എ ഫ്രണ്ട് ഓൺ ദ ഫോൺ. സ്റ്റീവ് ഈസ് ടോക്കിംഗ് ടു എ ഫ്രണ്ട് ഓൺ ദ ഫോൺ. ഓൺ ദ ഫോൺ. കണ്ടോ, അതൊക്കെ നമ്മൾ നോക്കണം. പ്രപ്പോസിഷൻ, ഈ ഏതൊക്കെ പ്രപ്പോസിഷൻ ആണ്, പ്രപ്പോസിഷൻ എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ കേട്ടോ. പ്രപ്പോസിഷൻ ഏതൊക്കെ പ്രപ്പോസിഷൻ ആണ് കൃത്യമായി ഉപയോഗിക്കുന്നത് അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ. സ്റ്റീവ് ഈസ് ടോക്കിംഗ് ടു എ ഫ്രണ്ട് ഓൺ ദ ഫോൺ ആൻഡ് ഹി സേസ് കണ്ടോ, സെയ്സ് എന്നല്ല, ഹി സേസ് കണ്ടോ, ഹി സേസ് ഐ ആം റീഡിങ് എ റിയലി ഗുഡ് ബുക്ക് അറ്റ് ദ മൊമെന്റ്. ഇവിടെ അറ്റ് ദ മൊമെന്റ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അവനിപ്പോ ബുക്ക് വായിക്കുകയാണോ? അല്ല. ഓക്കെ. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് അവസാനിച്ചിട്ടില്ല. ഇപ്പൊ പ്രത്യേകിച്ച് നോവൽ വായിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കറിയാം നമുക്ക് കുറെ സമയം എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതുപോലുള്ളൊരു എക്സാമ്പിൾ സെന്റൻസ് ആണ്. ഐ ആം സ്റ്റഡിങ് ഇൻ 7th സ്റ്റാൻഡേർഡ്. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് പറയുമ്പോൾ 7ാം ക്ലാസ്സിലെ പഠനം എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ സമയമുള്ളതാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കാര്യമാണ്. ഓക്കെ. പക്ഷെ അത് ടെമ്പററി ആക്ഷൻ എന്ന രീതിയിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് 2-3 സിറ്റുവേഷനിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫ്യൂച്ചറിലേക്ക് വരുന്നുണ്ട്, അത് പിന്നീട് നമ്മൾ പഠിക്കും. ഓക്കെ. പ്രസന്റ് കണ്ടിന്യൂസ് ഫോർ ഫ്യൂച്ചർ, അത് പിന്നീട് നമ്മൾ പഠിക്കും. ഇപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, ഇപ്പോഴും ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ സെക്കൻഡിൽ പോലും ആ പ്രവൃത്തി ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, ഈ സെക്കൻഡിൽ ആ പ്രവൃത്തി ചെയ്യുന്നില്ല. മൂന്നാമത്തെ കാര്യം, ടെമ്പററി സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ. ഓക്കെ. അപ്പൊ ഈ സമയത്ത് അവൻ ചെയ്യുന്നുണ്ടോ ആ പ്രവൃത്തി? ഇല്ല. ഈ സമയത്ത് ബുക്ക് വായിക്കുകയല്ല. പക്ഷെ അവൻ പറയുന്ന ഡയലോഗ് ഇതാണ്, ഐ ആം റീഡിങ് എ റിയലി ഗുഡ് ബുക്ക് അറ്റ് ദ മൊമെന്റ്. ഇറ്റ്സ് അബൌട്ട് എ മാൻ ഹൂ എന്ന് പറഞ്ഞ് കണക്ട് ചെയ്ത് അങ്ങനെ പോവാണ്. ഓക്കെ. അപ്പോൾ ഈ സെക്കൻഡിൽ അവൻ ബുക്ക് വായിക്കുന്നുണ്ടോ? നോ, ഹീസ് നോട്ട് റീഡിങ് റൈറ്റ് നൗ. ഹീസ് ടോക്കിംഗ് ടു എ ഫ്രണ്ട് ഓൺ ദ ഫോൺ. ഫോണിൽ ഒരു സുഹൃത്തുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. പക്ഷെ അവൻ പറയാണ്, ഐ ആം റീഡിങ് എ റിയലി ഗുഡ് ബുക്ക് അറ്റ് ദ മൊമെന്റ്. ഇനി അടുത്ത സെന്റൻസ് നോക്കാം. സ്റ്റീവ് ഈസ് നോട്ട് റീഡിങ് ദ ബുക്ക് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. ഇപ്പൊ സംസാരിക്കുന്ന സമയത്ത് അവൻ വായിക്കുന്നൊന്നില്ല. അവൻ ഇപ്പൊ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും അവൻ പറയുന്ന സെന്റൻസ് എന്താണ്? ഐ ആം റീഡിങ്. ഓക്കെ. അതിന്റെ കാരണമാണ് ഇപ്പൊ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തത്. ഹി മീൻസ് ദാറ്റ് ഹി ഹാസ് സ്റ്റാർട്ടഡ് ഇറ്റ് ബട്ട് ഹി ഹാസ് നോട്ട് ഫിനിഷ്ഡ് ഇറ്റ് യെറ്റ്. ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല. ഹീസ് ഇൻ ദ മിഡിൽ ഓഫ് റീഡിങ് ഇറ്റ്. അവൻ അത് വായിക്കുന്നതിന്റെ ഉള്ളിലാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസമോ ആണ് അവൻ അത് സ്റ്റാർട്ട് ചെയ്തത്. അവൻ 2 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസമോ സമയം എടുക്കും അത് വായിക്കാൻ. അതിന്റെ ഉള്ളിലാണ് അവൻ. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ഐ ആം റീഡിങ് എ റിയലി ഗുഡ് ബുക്ക് അറ്റ് ദ മൊമെന്റ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടി നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ പറ്റും. ഇനിയും 2 സിറ്റുവേഷൻസ് ഉണ്ട്. ഇനി നമുക്ക് ഈ സെന്റൻസ് വായിക്കാം. സം മോർ എക്സാമ്പിൾസ്. കുറച്ചും കൂടിയും എക്സാമ്പിൾസ് അവിടെ കാണാൻ പറ്റും. കേറ്റ് വാണ്ട്സ് ടു വർക്ക് ഇൻ ഇറ്റലി. ഇറ്റലിയിൽ അവള് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കേറ്റ് എന്ന വ്യക്തി. കേറ്റ് വാണ്ട്സ് ടു വർക്ക്. സോ ഷീസ് ലേണിംഗ് ഇറ്റാലിയൻ. ഷീസ് ലേണിംഗ് ഇറ്റാലിയൻ എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡിൽ അവൾ ഇറ്റാലിയൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഷീസ് ലേണിംഗ് ഇറ്റാലിയൻ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി അവളുടെ പഠനത്തെയാണ് അത് പറയുന്നത്. എന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുമ്പ് അവർ സ്റ്റാർട്ട് ചെയ്തു, അത് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഉള്ളിലാണ്, അത് അവസാനിപ്പിച്ചിട്ടില്ല. 1-2 ആഴ്ചക്കുള്ളിൽ അത് അവസാനിക്കും. ആ ഒരു മീനിങ് ആണ് അവിടെ വരുന്നത്. സോ കേറ്റ് വാണ്ട്സ് ടു വർക്ക് ഇൻ ഇറ്റലി. ഷീസ് ലേണിംഗ് ഇറ്റാലിയൻ. ഓക്കെ. നെക്സ്റ്റ് സെന്റൻസ്. Some friends of mine are building their own house. Some friends of mine, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്. Some friends of mine are building their own house. അവരുടെ വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ സെക്കൻഡിൽ, ഇപ്പോൾ വൈകുന്നേര സമയത്താണ് ഇത് സംസാരിക്കുന്നതെങ്കിൽ ഈ സെക്കൻഡിൽ അവരുടെ വീട്ടിൽ പണി നടക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഇതിന്റെ ഇവിടെ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ കാരണം എന്താ? അവര് ജോലി ആരംഭിച്ചിട്ടുണ്ട്, വീട് പണി ആരംഭിച്ചിട്ടുണ്ട്, ഇപ്പോഴും പണി നടക്കാണ്, 5-6 മാസത്തിനുള്ളിൽ അവസാനിക്കും. ആ പണി അവസാനിച്ചിട്ടില്ല ഇതുവരെ. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സം ഫ്രണ്ട്സ് ഓഫ് മൈൻ, ഇത് പ്ലൂരൽ ഫോം ആയതുകൊണ്ടാണ് ആറ് വെച്ചേക്കുന്നത്. സം ഫ്രണ്ട്സ് ഓഫ് മൈൻ ആർ ബിൽഡിംഗ് ദെയർ ഓൺ ഹൗസ്. സം ഫ്രണ്ട്സ് ഓഫ് മൈൻ ആർ ബിൽഡിംഗ് ദെയർ ഓൺ ഹൗസ്. They hope to finish it next summer. They hope to finish it next summer. ഇവിടെ they hope to finish it. ഇവിടെ do does track ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സ്റ്റേറ്റ് വെബ് ആയതുകൊണ്ടാണ് they hope എന്ന് വെച്ചിരിക്കുന്നത്. they are hoping എന്ന് പറയാൻ പറ്റില്ല, they hope എന്ന് തന്നെ പറയണം. മൂന്നാമത്തെയും നാലാമത്തെയും സിറ്റുവേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അത് താൽക്കാലികമായി, നേരത്തെ പറഞ്ഞു ഐ എം സ്റ്റഡിങ് ഇൻ 7th സ്റ്റാൻഡേർഡ് എന്ന സെന്റൻസ് മനസ്സിലേക്ക് വരാം. ഐ എം സ്റ്റഡിങ് ഇൻ 7th സ്റ്റാൻഡേർഡ്, ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് എന്താണ്? പീരീഡ് അറൌണ്ട് നൗ, ആ ഒരു മീനിങ്ങിലാണ് ഉപയോഗിക്കുന്നത്. പീരീഡ്സ് അറൌണ്ട് നൗ, അതായത് പീരീഡ് അറൌണ്ട് നൗ, പീരീഡ്സ് അറൌണ്ട് നൗ, ആ സിറ്റുവേഷനിൽ, അതായത് താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു സംഭവങ്ങളിലൊക്കെ നമ്മൾ പറയേണ്ടത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, ഡു ഡസ് ട്രാക്ക് അല്ല. ഐ സ്റ്റഡി ഇൻ 7th സ്റ്റാൻഡേർഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ? ഇറ്റ്സ് എ ടെമ്പററി സിറ്റുവേഷൻ. ഐ എം സ്റ്റഡിങ് ഇൻ 7th സ്റ്റാൻഡേർഡ്, അങ്ങനെ തന്നെ പറയണം. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സിറ്റുവേഷൻ ആണ് നമ്മൾ കാണുന്നത്. നമുക്ക് വായിക്കാം. യു ക്യാൻ യൂസ് പ്രസന്റ് കണ്ടിന്യൂസ് വിത്ത് ടുഡേ, ദിസ് വീക്ക്, ദിസ് ഇയർ, എക്സെട്ര. പീരീഡ്സ് അറൌണ്ട് നൗ, അപ്പോൾ ഈ ഇടയായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. യു ആർ വർക്കിംഗ് ഹാർഡ് ടുഡേ, നീ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ന്. യു ആർ വർക്കിംഗ് ഹാർഡ് ദിസ് മന്ത്, യു ആർ വർക്കിംഗ് ഹാർഡ് ദിസ് ഇയർ. ഓക്കെ, ഒരു കുട്ടിയുടെ അടുത്ത് നന്നായി കഴിഞ്ഞ വർഷം മോശമായിരുന്നു അവന്റെ പഠനം, ഈ വർഷം നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അമ്മ മോളുടെ അടുത്ത് പറയാണ്. ഓ, നീ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട് ഈ വർഷം. ഓക്കെ, അപ്പൊ താൽക്കാലികമായ ആ കാര്യം പറയുമ്പോൾ നമ്മൾ ആ മോളുടെ അടുത്ത് പറയാണ്, യു ആർ വർക്കിംഗ് ഹാർഡ് ദിസ് ഇയർ, നന്നായിട്ട് നീ ഈ വർഷം വർക്ക് ചെയ്യുന്നുണ്ട്. യു ആർ വർക്കിംഗ് ഹാർഡ് ദിസ് ഇയർ. അവിടെ യു വർക്ക് ഹാർഡ് ദിസ് ഇയർ എന്ന് ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്താ? ഇറ്റ്സ് എ ടെമ്പററി സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു പീരീഡ്, ഈ അടുത്ത ഇടയായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്തും നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കണം. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് എന്നത് ഈ സെക്കൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. ഇതുവരെ നമ്മൾ എന്താ പറഞ്ഞത്? ഈ സെക്കൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ, ഈ സെക്കൻഡുമായിട്ട് ഇഫക്റ്റ് ഉള്ള കാര്യങ്ങൾ, അതായത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, ആ പ്രവൃത്തിയുടെ ഉള്ളിലാണ് നമ്മൾ എന്നുള്ള സിറ്റുവേഷനിൽ, അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള സിറ്റുവേഷനിൽ, അതുപോലെ തന്നെ ഇപ്പോൾ വേറെ കുറച്ചും കൂടിയും ടൈം ഡ്യൂറേഷൻ കൂടുതലുള്ള കാര്യങ്ങളിൽ പോലും പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അത് ഓരോന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഐഡിയ കിട്ടും. അതായത് ഇപ്പൊ പഠിക്കുന്ന കാര്യം ഹീസ് സ്റ്റഡിങ് ഇൻ 7th സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന അതിന്റെ ടൈം കുറച്ചും കൂടി ഡ്യൂറേഷൻ കൂടുതലുണ്ട്. ഓക്കെ, എങ്കിൽ കൂടിയും നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് തന്നെ ഉപയോഗിക്കണം. ഓക്കെ, ഒരു വർഷം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് അങ്ങനെ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ദിസ് ഇയർ, ദിസ് വീക്ക്, ടുഡേ അങ്ങനെയുള്ള വാക്കുകളൊക്കെ വെച്ചിട്ട് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ സെന്റൻസ് നമുക്ക് കാണാം. യു ആർ വർക്കിംഗ് ഹാർഡ് ടുഡേ, യു ആർ വർക്കിംഗ് ഹാർഡ് ദിസ് വീക്ക്, യു ആർ വർക്കിംഗ് ഹാർഡ് ദിസ് ഇയർ. ഞാൻ പറയുന്നതോടൊപ്പം തന്നെ നിങ്ങളും പറഞ്ഞു പോകണം, എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിൽ ഇതൊക്കെ പതിയുള്ളൂ. ഐ ഹാവ് എ ലോട്ട് ടു ഡു എന്ന് പറഞ്ഞത് അർത്ഥം ഐ ഹാവ് എ ലോട്ട് ടു ഡു, എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഐ ഹാവ് എ ലോട്ട് ടു ഡു. ഐ ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് തിങ്സ്, അങ്ങനെയും പറയാൻ പറ്റും നമുക്ക്. ഐ ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് തിങ്സ്, കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടതുണ്ട്, അങ്ങനെയും നമുക്ക് പറയാം. അല്ലെങ്കിൽ ഐ ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ടു ഡു, അങ്ങനെയും പറയാം. ഐ ഹാവ് എ ലോട്ട് ടു ഡു, അങ്ങനെ പറയാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് വെറൈറ്റി സെന്റൻസുകളാണ്. എല്ലാം ഞാൻ പറയുന്നതോടൊപ്പം പറയാൻ ശ്രമിക്കാം. ദ കമ്പനി ഐ വർക്ക് ഈസ് ഇൻ ഡൂയിങ് സോ വെൽ ദിസ് ഇയർ. കണ്ടോ, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല ഈ വർഷം. ഓക്കെ, അപ്പൊ ഈ വർഷം എന്നുള്ള കാര്യം ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു പീരീഡ് അറൌണ്ട് നൗ, ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പീരീഡ് അറൌണ്ട് നൗ. ഓക്കെ, അപ്പൊ ഈ വർഷം നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി എന്നാണ് പറയുന്നത്. ദ കമ്പനി ഐ വർക്ക് ഫോർ ഈസ് ഇൻ ഡൂയിങ് സോ വെൽ ദിസ് ഇയർ. ദ കമ്പനി ഐ വർക്ക് ഫോർ ഈസ് ഇൻ ഡൂയിങ് സോ വെൽ ദിസ് ഇയർ. 2-3 തവണ നിങ്ങൾ അതൊക്കെ ഉറക്കെ പ്രാക്ടീസ് ചെയ്യണം. ഗുഡ്. ഇനി നാലാമത്തെ സിറ്റുവേഷൻ, ഏറ്റവും അവസാന സിറ്റുവേഷൻ നമ്മൾ കാണാം.
നമ്മൾ പറഞ്ഞു പ്രസന്റ് കണ്ടിന്യൂസ് ഫ്യൂച്ചർ സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ പിന്നീട് പറഞ്ഞു തരും. നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് ഓക്കെ, നിങ്ങൾ ഉപയോഗിക്കുക. അറിയാത്തവർ അത് പിന്നീട് നമ്മൾ പറഞ്ഞു തരും. We use the present continuous when we talk about changes happening around now. Changes happening around now, especially with these verbs. അപ്പോൾ ഇത്തരം വെർബുകൾ ഉപയോഗിച്ചിട്ട് ചേഞ്ച് വരുന്ന കാര്യം പറയുന്ന സമയത്ത് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, മൈ ഇംഗ്ലീഷ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ. അവിടെ ഞാൻ മൈ ഇംഗ്ലീഷ് ഗെറ്റ്സ് ബെറ്റർ എന്നല്ല പറയേണ്ടത്. ഓക്കെ, നമ്മൾ പറയേണ്ടത് എന്താ? മൈ ഇംഗ്ലീഷ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ. ഓക്കെ, അതെന്താ കാരണം? അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വി യൂസ് പ്രസന്റ് കണ്ടിന്യൂസ് വെൻ വി ടോക്ക് അബൌട്ട് ചേഞ്ചസ് ഹാപ്പനിങ് അറൌണ്ട് നൗ. ചേഞ്ചസ് ഹാപ്പനിങ് അറൌണ്ട് നൗ ശ്രദ്ധിക്കണം. ഓക്കെ, എസ്പെഷ്യലി വിത്ത് ദീസ് വെർബ്സ്. ഈ വെർബുകൾ ഉപയോഗിച്ചിട്ടുള്ള അത്തരം സെന്റൻസുകൾ കുറെ കാണാൻ പറ്റും നമുക്ക്. പ്രത്യേകിച്ച് IELTS എക്സാംസിലൊക്കെ നമുക്ക് ഇത്തരമുള്ള സെന്റൻസുകളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഈസ് യുവർ ഇംഗ്ലീഷ് ഗെറ്റിംഗ് ബെറ്റർ? എൻ്റെ ഒപ്പം നിങ്ങൾ ഉറക്കെ പ്രാക്ടീസ് ചെയ്യണം. ഈസ് യുവർ ഇംഗ്ലീഷ് ഗെറ്റിംഗ് ബെറ്റർ? നിങ്ങളുടെ ഇംഗ്ലീഷ് ബെറ്റർ ആവുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതിൽ വ്യത്യാസം വരുന്നുണ്ടോന്ന്. ചേഞ്ചസ് ഹാപ്പനിങ് അറൌണ്ട് നൗ, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. അതിനു പകരം ഡസ് യുവർ ഇംഗ്ലീഷ് ഗെറ്റ് ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോട്ട് എന്ന് പറഞ്ഞാൽ പറ്റില്ല. വി കാൺട്ട് യൂസ് ഇറ്റ്. ഈസ് യുവർ ഇംഗ്ലീഷ് ഗെറ്റിംഗ് ബെറ്റർ? നിങ്ങളുടെ ഇംഗ്ലീഷ് നന്നാവുന്നുണ്ടോ, ബെറ്റർ ആവുന്നുണ്ടോ? ഓക്കെ, ഈസ് യുവർ ഇംഗ്ലീഷ് ഗെറ്റിംഗ് ബെറ്റർ? അതുപോലെ തന്നെ the population of the world is increasing very fast. കണ്ടോ, the population of the world, okay, ഈ ലോകത്തിന്റെ population, the population of the world is increasing very fast. വളരെ വേഗത്തിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇവിടെയും നമ്മൾ ഇൻക്രീസിങ് എന്ന വെർബ് ഉപയോഗിച്ച് നമുക്ക് താൽക്കാലികമായ ഈ കാര്യം. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യത്തിനാണ്. ചേഞ്ചസ് ഹാപ്പനിങ് അറൌണ്ട് നൗ, അതാണ് നമ്മുടെ ബ്രെയിനിലേക്ക് കൊണ്ടുവരേണ്ടത്. ചേഞ്ചസ് ഹാപ്പനിങ് അറൌണ്ട് നൗ. ഓക്കെ, the population of the world is increasing very fast. At first I didn't like my job. ആരംഭത്തിൽ എനിക്ക് എൻ്റെ ജോലി ഇഷ്ടപ്പെട്ടില്ല. I didn't like my job. ഇവിടെ പാസ്റ്റ് സിമ്പിൾ ആണ് ഉപയോഗിക്കുന്നത്. എനിക്ക് എൻ്റെ ജോലി ഇഷ്ടപ്പെട്ടില്ല. At first I didn't like my job, but I'm beginning to enjoy it right now. Okay, I'm beginning to enjoy it right now. റൈറ്റ് നൗ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഐ എം ബിഗിനിങ് ടു എൻജോയ് ഇറ്റ് എന്ന് പറയുന്ന അർത്ഥം ഞാൻ അത് എൻജോയ് ചെയ്യുകയാണ് എന്നർത്ഥം. എൻജോയ് ചെയ്യാനായിട്ട് ആരംഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൂടുതലായിട്ട് എന്നർത്ഥം. ഐ എം ബിഗിനിങ് ടു എൻജോയ് ഇറ്റ് റൈറ്റ് നൗ. ഐ എം ബിഗിനിങ് ടു എൻജോയ് ഇറ്റ് റൈറ്റ് നൗ. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്നത് എൻജോയ് എന്നത് വെർബാണ്. ഐ എം ബിഗിനിങ് ടു, പിന്നെ വരുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കും.